ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖമാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. വന്ന് കയറി 2 പഴം കഴിച്ച് എന്നിട്ട് ഇവിടെ ഇരിക്കുക. ഞാൻ വിചാരിച്ച് വീഡിയോ ഇട്ടിട്ട് ബാക്കി പണികളിലേക്ക് കിടക്കാമെന്ന്. കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നത്, അതൊക്കെ കട്ട് ചെയ്ത് കറി വയ്ക്കണം. പണികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുന്നതൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട ഓരോ വീഡിയോസ് ഇടും, ഒരു കുഞ്ഞുങ്ങളും കാണുന്നില്ല. അപ്പോഴ് ഞാനങ്ങ് ഡെസ്പാവും. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേന് വീഡിയോ ഇടത്തില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോകൾ, നമ്മുടെ കുഞ്ഞ് ചാനലുകളെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാൻ ഒരു പ്രചോദനം നിങ്ങളുടെ ഈ വീഡിയോ കാണലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ രേണുസുതിയുടെ കാര്യം പറയാനാണ്. രേണുസുതിക്ക് ഇപ്പം വീണ്ടും സുഖമില്ലെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിക്ക് എല്ലാവിധ, നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാം. എല്ലാ അസുഖങ്ങളും മാറി പഴയതുപോലെ ഒരുപാട് റീൽസൊക്കെ ഇട്ട് റീൽസ് കുമാരിയായിട്ട് വീണ്ടും വരുന്നതിനും, അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളിലൊക്കെ ഇനാഗുറേഷൻ ചെയ്യുന്നതിനും, പല ഷോകളിലെല്ലാം വീണ്ടും വന്ന് സജീവമാകുന്നതിനും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളാ മരുന്നുകൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥനയും വളരെയധികം ഫലം ചെയ്യും. നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് 10 പൈസ ചിലവില്ല. എല്ലാ കൂട്ടുകാരും അത് ചെയ്യുക. അവരുടെ ഈ അവസ്ഥയിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ഒരു പിഞ്ച് കുഞ്ഞാണ് ഉള്ളത്. അതിന് വളർന്നു വരണമെങ്കിൽ എന്തോരം യാതനകൾ അനുഭവിച്ചാണ് ഓരോ പേരൻസ് ഓരോ മക്കളെയും വളർത്തിയെടുക്കുന്നത്. ആ കുഞ്ഞിന് എന്തോരം സങ്കടമായിരിക്കും. അത് നമുക്ക് ആ ദുഃഖത്തിൽ നമുക്ക് വിഷമം പങ്കിട്ടെങ്കിലേ പറ്റൂ. എല്ലാവരും അതുകൊണ്ട് ആ വീഡിയോസിൻ്റെ താഴെ വന്ന് ഈ നെഗറ്റീവ് കുറച്ച് പോസിറ്റീവായിട്ട് ഉള്ള പ്രാർത്ഥനകൾ ഇടണം. നെഗറ്റീവ് കമൻറ്റ് കൊണ്ടാണ് ചില ആളുകളെല്ലാം വളരുന്നത്. ചില ആളുകളുടെ വീഡിയോയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് കമൻറ്റുകളാണ്. അതിലൂടെയാണ് അവർ വളരുന്നത്. രേണുസുതിയും നെഗറ്റീവ് കമൻറ്റുകളിലൂടെയൊക്കെ തന്നെയാണ് ഇത്രയും നല്ല ഒരു 10 ആളെ അറിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാം രേണുസുതിക്ക് വേണ്ടി. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ, ഞാൻ 2-3 ചെറിയ യാത്രകളൊക്കെ നടത്തി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് അല്ലായിരുന്നു. ഈ പോയ സ്ഥലം തന്നെ വീണ്ടും ഇട്ടാൽ നിങ്ങളെ കൂട്ടുകാരും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. എനിക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രകളായതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എന്ന് പറയും. ഞാൻ ഇനി പോയി എൻ്റെ ചാളയൊക്കെ കട്ട് ചെയ്ത് കറി വയ്ക്കട്ടെ. എന്നിട്ട് ചോറൊക്കെ കഴിക്കണം. ഇതാണ് എൻ്റെ പരിപാടി. നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കുഞ്ഞു ചാനലിനെയും കൂടെ വളർത്തുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടാറ്റ, ഞാൻ പോകുന്നു.